ഇതാണോ ഡൊമിനോറിൻ്റെ ആണോ സ്റ്റോക്കാണോ, മൂന്നും 5x5 ആയിട്ട് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കണം ഏതാണ് നിങ്ങൾ വെക്കേണ്ടതെന്ന്. NF എടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഹാൻഡിൽ മാറ്റി സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ വെക്കുന്നത്, ഈ സ്റ്റോക്ക് മാറ്റിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ കറണ്ട് ഫെറ്റ് ചെയ്തേക്കുന്നത് ഡൊമിനോറിൻ്റെ ഹോൾഡറും KTMൻ്റെ ഹാൻഡിൽ ബാറാണ്. KTMൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് കംഫർട്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കിക്കളയാം. ഒരു 2 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ്. ചിലവർക്ക് ഈ ഒരു ലുക്കാർക്ക് ഇഷ്ടം, ചിലവർക്ക് ആ ഒരു ലുക്കാർക്ക് ഇഷ്ടം. ഇപ്പോൾ രണ്ട് ഹൈറ്റ് ഡിഫറൻസ് നോക്കണ്ട, കാരണം എൻ്റെ വണ്ടി ഞാൻ കുറച്ച് ഹൈറ്റ് ചെയ്തേക്കുന്നുണ്ട്, ഇത്രയും ഹൈറ്റ് നിൽക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇതുവരെയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ യൂസ് ചെയ്തിട്ട് കംഫർട്ടും ഇതുവരെയ്ക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് മാറ്റണമെന്ന് പോലും തോന്നിയിട്ടില്ല. കീ ഇടുന്ന കാര്യമാണ്. ഇതിലിപ്പോൾ കീ ഇടുന്നത് എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ അത് 1-2 ഫീഡാകുമ്പോൾ ശരിയാകുമെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ വണ്ടിയിലാണെങ്കിൽ കീ ഇടാൻ വേണ്ടി സിമ്പിളാണ്, ഒന്നും ആലോചിക്കേണ്ട ഏതൊരു രീതിയിലാണ് അഡ്ജസ്റ്റ്മെൻറ്റും പരിപാടികളോ ഒന്നും നടക്കില്ല. നിങ്ങളിപ്പോൾ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഫാൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഹാൻഡിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഈ 4 അല്ലെങ്കിൽ ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ ഇങ്ങോട്ടോ അങ്ങോട്ടോ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് ആക്കി വെക്കാൻ പറ്റും. പിന്നെ ചിലവർക്ക് ആ ഒരു ഹാൻഡിൽ തന്നെ പക്ക കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇത് വെച്ചിട്ട് കംഫർട്ട് അല്ലെങ്കിലും അവർ കംഫർട്ട് ഉണ്ടെന്നേ പറയൂ, കാരണം എല്ലാവരും ഈ ഒരു പീസ് ഹാൻഡിൽ ബാറിനെ കംഫർട്ടബിളായിട്ടാണ് ചിത്രീകരിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 10 പേര് നല്ലത് പറഞ്ഞിട്ട് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പെട്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചിലായിരിക്കും. അതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്.